നമ്മുടെ ട്രിവാൻഡ്രത്ത് ഏറ്റവും വൈബുള്ളൊരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. ഇന്ന് നൈറ്റ് ഔട്ടാണ്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിഴിഞ്ഞത്തേക്കാണ് നമ്മുടെ യാത്ര. ഇന്നൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഇന്ന് നൈറ്റ് ഔട്ടിൽ വൈബാക്കാൻ വേണ്ടി ഗൗരിയുടെ അമ്മയും അച്ഛനും കൂടെ ഉണ്ട്. അവിടെ എത്തിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നല്ല എരിവുള്ള ചിക്കൻ്റെ തന്നെ സ്പൈസി ആയിട്ടുള്ള കുറേ ഐറ്റംസ് ആണ്. ഒരുപാട് ഹോട്ടലുണ്ട് അവിടെ. എവിടെയാണ് നല്ല ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും കിട്ടുന്നത്. പിന്നെ നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ പോയിരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു വൈബുള്ള ഒരു റെസ്റ്റോറൻ്റാണ് ഞങ്ങൾ തപ്പിയത്. ലാസ്റ്റ് നമ്മൾ ഒരെണ്ണം സെലക്ട് ചെയ്തു അങ്ങോട്ടേക്ക് പോയി. അവിടെയുള്ള മിക്ക ഹോട്ടൽസിലും അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്സിലും ഉള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഫിഷ് നമുക്ക് പറയുന്ന രീതിയിൽ അവർ ചെയ്തു തരും. ഗ്രിൽഡ് ആണെങ്കിലും അല്ലാതെ ഫ്രൈ ചെയ്താണെങ്കിലും അതിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള കറികളാണെങ്കിലും എല്ലാം നമുക്ക് തരും. അപ്പോൾ നമുക്ക് തന്നെ അത് പോയി ഏത് ഫിഷാണ് വേണ്ടതെന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ചിക്കൻ്റെ ആണെങ്കിലും ഒരുപാട് വെറൈറ്റീസ് അവിടെ ഉണ്ട്. ഗ്രിൽഡ് അല്ലാതെ തന്നെ ഫ്രൈഡ് അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റീസ് അവിടെയുണ്ട്. നമ്മളങ്ങനെ ഫിഷൊക്കെ സെലക്ട് ചെയ്തു. പലതരത്തിലുള്ള ഡിഷസാണ് എടുത്തത്. നമ്മൾ കൊഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നു, ഞണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അച്ഛനും അമ്മയും കൂടെ ഉള്ളത് കൊണ്ട് കുറച്ച് ഗ്രാൻഡ് ആയിട്ട് തന്നെ നമ്മൾ ഓർഡർ കൊടുത്തു. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ വയറൊക്കെ നിറച്ചിട്ട് വിഴിഞ്ഞത്തിൻ്റെ രാത്രിയിലുള്ള വന്യമായ ഭംഗി ആസ്വദിക്കാനായിട്ട് കടപ്പുറത്തേക്ക് പോയി. വിഴിഞ്ഞം സീ പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നൈറ്റ് ആയതുകൊണ്ട് ഭയങ്കര ഭംഗിയായിരുന്നു. അതുപോലെ തന്നെ ഈ കുഞ്ഞു കുഞ്ഞു ബോട്ടുകളൊക്കെ അവിടെ ഉണ്ട്. അതിലൊക്കെ ഈ ലൈറ്റ് കത്തുന്നതൊക്കെ നല്ല രസമായിരുന്നു. അപ്പോൾ അത് ദൂരം നിന്ന് കാണാൻ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ വിഴിഞ്ഞം ഈ കടപ്പുറത്തേക്ക് പോയി. ആ ഭാഗത്തേക്കെന്ന് വെച്ചാൽ നല്ല ആയിരുന്നു. പക്ഷെ ഭയങ്കര ഭംഗിയായിരുന്നു കടൽ കാണാനായിട്ട്. ആ സീ പോർട്ട് വർക്ക് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റി. അതൊരു നല്ലൊരു വ്യൂ ആയിരുന്നു. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോയില്ലായിരുന്നെങ്കിൽ ഒരു ചെറുതായിട്ട് നമ്മൾ മിസ് ചെയ്തായിരുന്നു. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.